ആതിരപ്പള്ളി വഴി വാഴച്ചാലും കഴിഞ്ഞ് മലക്കപ്പാറ വഴി കാട്ടിലൂടെ ഈ മഴക്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങി മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടങ്ങളും ആതിരപ്പള്ളി വാട്ടർഫാൾസും മഞ്ഞും മഴയും വെയിലും ഒക്കെ കിട്ടുന്ന ഒരു കിടിലൻ ഒരു എക്സ്പീരിയൻസ് യാത്രയായിരുന്നു. അതെ, പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ വാൾപ്പാറയിലൂടെ പൊള്ളാച്ചി വഴി പാലക്കാട്ടിലോട്ട് തിരിച്ചെത്തുന്ന ഒരു കിടിലൻ യാത്രയെ കുറിച്ചിട്ടാണ്. ഹായ് ഹലോ, ഇറ്റ്സ് മീ ജാബിർ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വാൾപ്പാറയിലൂടെ പോകുന്ന ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോവാൻ വേണ്ടി അങ്ങനെ രാവിലെ 3 മണിക്ക് എണീച്ചതാണ്. ഞാൻ തലേന്ന് ഒരു പൊറാട്ട ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാനാണ് പ്ലാന്. പിന്നെ കുറച്ച് ചായ ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് രണ്ടും കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മളൊരു 3 ബൈക്കിൽ 6 പേരായിട്ടാണ് പോകുന്നത്. ഇവരുടെ പേര് ജസീൽ, ഷമീം, പിന്നെ നമ്മളെ ഷെഫീഖ്, ആഷിഫ്, പിന്നെ നമ്മളെ മുർഷി. യുവമാരെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു കാലിച്ചായ കുടിച്ചിട്ട് പോവാന്ന് കരുതി. നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നുണ്ട്. നാട്ടിലെ ഈ ചുറ്റും കാണുന്ന പച്ചപ്പും വയലൊക്കെ കണ്ട് ബുള്ളറ്റിൽ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. ഏകദേശം ഒരു 8 മണി ആയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഒന്ന് ബൈക്കൊക്കെ ഒന്ന് സൈഡാക്കി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ ഹോട്ടൽ മീൻചട്ടി ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. എല്ലാവരും മസാല ദോശ പറഞ്ഞത്. നമുക്ക് കൂടെ ഇങ്ങനെ ഒപ്പി കഴിക്കാനായിട്ട് ചട്നി സാമ്പാറുണ്ട് കേട്ടോ. വീണ്ടും ആതിരപ്പള്ളി പോകുന്ന ഈ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും ചെറുതായിട്ട് നമുക്ക് ഫോറസ്റ്റ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഈ അരുവി കണ്ടോ, ഇത് പോകുന്ന വഴിക്കുള്ളതാണ്. ഞങ്ങൾ ഈ ബോർഡ് കണ്ടുകൊണ്ട് മാത്രം അങ്ങോട്ട് ഇറങ്ങിയില്ല. പക്ഷേ ഈ പുറത്തുനിന്ന് ഇത് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് തോന്നിയത്. ദൂരേന്ന് നമുക്കിങ്ങനെ പല ഭാഗത്തുനിന്നായിട്ട് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിപ്പോകുന്നത് കാണുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഞങ്ങളെ യാത്ര തുടങ്ങി. ഏകദേശം ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയുടെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ആ ഒഴുകി എത്തുന്ന ആ ഒരു വാട്ടർഫാൾസ് ഇവിടെ റോഡിൽ നിന്ന് കാണാം. കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു സൈഡിലൂടെ നമ്മളെ റോഡിലൂടെ KSRTCയുടെ ഒരു ആനവണ്ടി പോകുന്നുണ്ട്. പിന്നെ രാവിലെ ഇങ്ങനെ സൈക്കിളൊക്കെ ചൂട്ടിച്ച് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. വാട്ടർഫാൾസിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലാണുള്ളത്. ഇങ്ങനെ കേട്ടോ ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത്. ടിക്കറ്റും കാണിച്ച് നമ്മൾ ഉള്ളിലോട്ട് നടന്നു പോയി. രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആവുന്നുള്ളൂ. അപ്പോഴേക്ക് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാലൊന്നും വഴുതി പോകാണ്ടിരിക്കാൻ ഇവിടെ ഒരു കൈപ്പാത വെച്ചിട്ടുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്യുന്നോണ്ടേ ഇവിടെ വഴുതി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി വയസ്സായ ആളുകൾക്കൊക്കെ പിടിച്ച് കയറാലോ. ഈ കാണുന്നത് നമ്മൾ വാട്ടർഫാൾസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇനി നമുക്ക് കുറച്ച് അടിയിലോട്ട് നടന്നു പോയാൽ നമുക്ക് അതും കാണാം. ഇവിടെ തന്നെ ആളുകൾ അത് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇനി അവിടെ നിന്നുള്ള കാഴ്ചകളും കാണാൻ വേണ്ടി പോവാണ്. ഈ നടന്നു പോകുന്ന വഴിയിൽ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. ഈ താഴെ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഈ വാട്ടർഫാൾസ് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സൗണ്ട് വരുന്ന ഫീലിങ്സും. ഏകദേശം ഒരു 80 അടിയോളം ഉണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ്. ബാഹുബലി, മണിരത്നന്റെ രാവൺ ഇങ്ങനെയുള്ള ഒട്ടേറെ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആതിരപ്പള്ളിയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെയാണ് ഇങ്ങനെ വെള്ളം ഉണ്ടാവുക, മഴക്കാലത്ത് പ്രത്യേകിച്ചും. ഞങ്ങളങ്ങനെ ഇനി തിരിച്ചു പോവാണ്. ഇറങ്ങിയതുപോലെ അല്ല കേട്ടോ കയറാന്, കുറച്ച് പ്രയാസമുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം വേണ്ടത് വാൾപ്പാറയിലോട്ടാണ്. വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു.
say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. You open up just to close the door. I stay up late trying to read your mind. I can't read your mind, but you're... ഈ വെള്ളം ചാടുന്ന ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പാക്കി. അപ്പോൾ അതാ താഴെ നമ്മൾ ഉല്ലാസയാത്രയിൽ KSRTC ബസ്സിൽ വന്ന കുറച്ച് ആളുകളെ നമ്മൾ അവിടുന്ന് കണ്ട്. ചില ഭാഗത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നും. അത് മഴക്കാറ് കൊണ്ടും ഈ കാടിന്റെ ഒരു ശൂന്യത കൊണ്ടും ആവാം. എന്നാണ് ഒരു മഴ നമുക്ക് കിട്ടിയത്. നമ്മുടെ തൊട്ട് മുന്നിലുള്ള സ്ഥലം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വേഗം വണ്ടി ഒന്ന് സൈഡാക്കി കയ്യിലുള്ള റെയിൻകോട്ട് ഒന്ന് ഇട്ടു. പിന്നെ നമ്മളെ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തു. പിന്നത്തെ യാത്ര ഈ മഴയും മഞ്ഞൊക്കെ കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ജീവിതത്തിൽ നമുക്ക് എന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള യാത്ര. If you love me, baby, say it with your chest. Yeah, I'm tired of the maybes. I just want the yes. Don't play me like a song. പിന്നീട് എപ്പോഴോ ക്ലൈമറ്റ് ഒക്കെ മാറി. പോകുന്ന വഴിക്ക് ഉച്ചക്ക് വല്ലതും കഴിക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയത് ഈ ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കൂടെ കുറച്ച് അച്ചാറും സലാഡും ഉണ്ടായിരുന്നു. പിന്നെ ഓരോ വ്യൂ പോയിന്റ് എത്തുമ്പോഴും വണ്ടി ഒന്ന് സൈഡാക്കും. എന്നിട്ട് ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്യും. ഈ തണുപ്പത്ത് ഇതുപോലൊക്കെ ഉള്ളത് കഴിച്ചുകൊണ്ടിരിക്കാൻ വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഒടുക്കം ഞങ്ങളിതാ ആ വാൾപ്പാറയും കഴിഞ്ഞ് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ആ ഒരു ഹെയർ പിന്നിന്റെ അവിടെയാണ്. ഇപ്പോഴും ആ തണുപ്പൊന്നും വിട്ടുപോയിട്ടില്ല. കോടമഞ്ഞും നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ഹെയർ പിന്നും ഇറങ്ങി തുടങ്ങി. ഇത് പൊള്ളാച്ചിന്ന് വാൾപ്പാറയിൽ പോകുന്ന തമിഴ്നാട് RTC ബസ്സാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു കാട്ടാനയും കണ്ടിരുന്നു. ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പൊള്ളാച്ചിയിൽ ഒരു 5 മണിയായ സമയത്ത് എത്തി. അവിടുന്ന് ഒരു നേരെ പാലക്കാടേക്ക് വെച്ച് പിടിച്ചു. ഒരു 1.25 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പാലക്കാട് എത്തി. അവിടുന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൾപ്പാറ ബൈക്കിൽ പോയിരുന്ന ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്